10 വിഭാഗം ആളുകൾക്ക് എന്ത് ചെയ്താലും തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 10 വിഭാഗം ആളുകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നൊന്ന് പറയൂ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട ശത്രുവിന്റെ പേരെന്താണ്? എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട ശത്രുവിന്റെ പേരെന്താണ്? അറിയുന്നവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമില് വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമായി, ഒരു ഇബാദത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. എല്ലാ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണേ. അതിന് വല്ലാത്ത പോരിശയുണ്ട്. അത് ദഅബു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ പതിവാണ്. മാത്രമല്ല വമുകഫിറു സയ്യിആത്ത്, പാപങ്ങൾ പൊറുക്കുന്നതാണ് തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ 10 വിഭാഗം ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല. എത്ര ആഗ്രഹം ഉണ്ടായിട്ടും കാര്യമില്ല. അലാറം വെച്ച് കിടന്നുറങ്ങിയാലും തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 10 വിഭാഗം ആളുകൾ എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നമ്മൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവം നമ്മൾ നന്നാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തെ വിഭാഗം പകല് മുഴുവനും തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകളാണ്. പകല് മുഴുവനും തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് രാത്രിയിലെ ഇബാദത്ത് തടസ്സമാകുമെന്നുള്ളതാണ്. നമ്മൾ പകല് മുഴുവനും തെറ്റ് ചെയ്യാണ്. രാത്രിയാവട്ടെ വിത്ർ നിസ്കരിക്കണം, രാത്രിയാവട്ടെ തഹജ്ജുദ് നിസ്കരിക്കണം, രാത്രിയാവട്ടെ മഗ്‌രിബിന്റെ സമയത്ത് ഒരുപാട് ഖുർആൻ ഓതണം, ഒരുപാട് ദിക്റുകൾ സ്വലാത്ത് ചെല്ലണം എന്ന് ചിന്തിച്ചാൽ നമ്മൾ പകല് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രിയിലെ ഇബാദത്ത് തടയപ്പെടും, അത് തടസ്സമാകുമെന്ന് വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ തഹജ്ജുദ് നിസ്കാരം നമ്മൾക്ക് പതിവാക്കണമെങ്കിൽ പകലിൽ നമ്മൾ തെറ്റ് ചെയ്യാതെ നല്ല മനുഷ്യനായി സ്വാലിഹായി ജീവിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എത്രയോ ആളുകളാണ് പകല് തെറ്റ് ചെയ്യുന്നത്. എത്ര ആളുകളാണ് പകല് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നത്. രാത്രിയായ പിന്നെ ദ്വയർക്കാണ്, കരഞ്ഞു ദ്വയർക്കാണ്. പകല് മുഴുവനും അള്ളാഹിനെ പേടിയില്ലാതെ ജീവിക്കുകയാണ്, തെറ്റുകൾ ചെയ്ത് മാത്രം ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചാൽ നമ്മൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയൂല. രണ്ടാമത്തെ വിഭാഗം ഹറാമായ സമ്പാദ്യമുള്ള ആളുകളാണ്. നമ്മളെ കയ്യിൽ ഹറാമായ സമ്പത്തുണ്ട്. ലോട്ടറി എടുക്കുന്ന ആളാണ്, അതല്ലെങ്കിൽ പലിശ എടുക്കുന്ന ആളാണ്. മറ്റുള്ള രൂപത്തിൽ നമ്മൾ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കാരം ഒരിക്കലും പതിവാക്കാൻ സാധ്യമല്ല. അതുപോലെ മറ്റൊരു വിഭാഗമാണ് ഹൃദയത്തിൽ പകയും വിദ്വേഷവും അസൂയയും അഹങ്കാരവും ദേഷ്യവും കൊണ്ട് നടക്കുന്ന ആളുകള്. അയൽവാസിയോട് പിണങ്ങിയ ആളുകളില്ലേ, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകളില്ലേ, മറ്റുള്ളവരോട് അസൂയ വെക്കുന്ന ആളുകളില്ലേ, അഹങ്കരിക്കുന്ന ആളുകളില്ലേ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പകവെച്ച് നടക്കുന്ന ആളുകളില്ലേ. എൻ്റെ പ്രിയമുള്ളവരെ, ഇവർക്കൊന്നും നല്ല റാഹത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ പതിവായ നിലക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഒരാളോട് അസൂയ വെക്കുന്നത്? അവർക്ക് അള്ളാഹു കൊടുത്തതല്ലേ. നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത്? അള്ളാഹു ഇല്ലാതെയാക്കാൻ തീരുമാനിച്ച നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവൂല. നമ്മളെ ആരോഗ്യം എല്ലാം നശിച്ചു പോകും, നമ്മളെ സമ്പത്തും എല്ലാം നശിച്ചു പോകും. പിന്നെന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെടുകയാണ്. പിന്നെന്തിനാണ് മറ്റുള്ളവരോട് പകവെച്ച് നടക്കുന്നത്? അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന ആളുകളില്ലേ, മറ്റുള്ളവരോട് ദേഷ്യം വെച്ച് നടക്കുന്ന ആളുകളില്ലേ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന ആളുകളില്ലേ. ഇവർക്കൊന്നും ആത്മാർത്ഥതയോടുകൂടെ പതിവായി തഹജ്ജുദ് നിസ്കരിക്കാൻ സാധ്യമല്ല.
സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിൽ നിന്ന് പക ഒഴിവാക്കുക, കുടുംബ ബന്ധം ചേർക്കുക, അഹങ്കാരം ഒഴിവാക്കുക, അസൂയ ഒഴിവാക്കുക. എല്ലാവർക്കും നല്ലത് വേണമെന്ന് ചിന്തിക്കുക. എനിക്ക് മാത്രം ലഭിച്ചാൽ മതി, എനിക്ക് മാത്രം അള്ള തന്നാ മതി എന്നുള്ള ചിന്ത നമ്മളെ കൽബിലുണ്ടെങ്കിൽ, ഞാൻ 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 എന്ന ചിന്ത നമ്മളെ കൽബിലുണ്ടെങ്കിൽ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ സാധ്യമല്ല. അല്ലാഹുവേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ റഹ്മാനെ. അതുപോലെ മറ്റൊരു വിഭാഗമാണ് വെറും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക. ദുനിയാവിൽ സമ്പാദിക്കണം, ദുനിയാവ് മാത്രം മതി, തന്റെ ബിസിനസ്, തന്റെ ജോലി, തന്റെ വീട്, ഇത് മാത്രമാണ് ചിന്ത. പരലോകത്തിനെ കുറിച്ചൊരു ചിന്തയില്ല, ഖബറിനെ കുറിച്ച് ചിന്തല്ല, അള്ളാഹിനെ കുറിച്ച് ചിന്തല്ല, മഹ്ശറെ കുറിച്ച് ചിന്തല്ല, നരകത്തിനെ കുറിച്ച് ചിന്തല്ല. തഹജ്ജുദ് നിസ്കരിക്കുന്നത് തന്നെ ദുനിയാവ് അള്ളാഹു കൊടുക്കാൻ വേണ്ടിയാണ്. കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ, ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ, നല്ല സമ്പത്ത് ഉണ്ടാവാൻ, ഇതാണ് ഒരാൾ ആഗ്രഹം. എന്നാൽ അവനക്ക് കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂല. തഹജ്ജുദ് നിസ്കാരം ദുനിയാവിന് വേണ്ടി മാത്രമല്ല, പരലോകത്ത് രക്ഷപ്പെടണ്ടേ, ആ ചിന്ത നമ്മളെ കൽബിൽ വേണം. വെറും ദുനിയാവ് മാത്രം, കടം വീടണം, നല്ല വീട് വേണം, നല്ല വാഹനം വേണം, പരീക്ഷയിൽ SSLC-യിലൊക്കെ ഫുൾ A+ കിട്ടണം, ഈ ചിന്ത മാത്രം അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നാൽ അത് നമ്മൾക്ക് ഖിയാമത്ത് നാൾ വരെ, അതല്ലെങ്കിൽ മരണം വരെ കൃത്യമായി പതിവായി നിസ്കരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അപ്പൊ പരലോക ചിന്ത നമ്മളെ കൽബിൽ അത്യാവശ്യമാണ്. സ്വർഗത്തേക്ക് പോണ്ടേ, അള്ളാനെ കാണണ്ടേ, ഇതല്ലേ ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്? ഹബീബായ തങ്ങളെ കാണണം, അള്ളാഹുവിനെ കാണണം. അതിനാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത് എന്ന ചിന്തയോടെ തഹജ്ജുദ് നിസ്കരിച്ചോക്ക. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവും കിട്ടും, ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ മറ്റൊരു വിഭാഗമാണ് കളവ് പറയുന്ന ആളുകൾ. എപ്പോഴും കളവ് പറയുക. അള്ളാഹു നാവ് എന്തിനാണ് തന്നിട്ടുള്ളത്? ദിക്ർ ചൊല്ലാനാ, ഖുർആൻ ഓതാനാണ്, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാ. എന്നാൽ ചില ആളുകൾ നാവ് ഉപയോഗിക്കുക കളവ് പറയാൻ വേണ്ടിയാണ്. എത്ര പ്രയാസമുള്ള അവസ്ഥയിലും നീ കളവ് പറയരുതേ, അത് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം മാത്രമേ പറയാവൂ, അത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സത്യം പറഞ്ഞാൽ സ്വർഗത്തിലേക്ക്, നരകം പറഞ്ഞാൽ അത് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് കളവ് പറയരുതേ. കളവ് പറഞ്ഞാൽ അവന്റെ മുഖത്തുനിന്ന്, അവന്റെ ശരീരത്തിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം വരെ അള്ളാഹു എടുത്തു കളയും. അവന്റെ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവൂ, എന്ത് ചെയ്താലും വിജയിക്കൂല. കച്ചവടത്തിൽ വിജയം ഉണ്ടാകൂല, ദാമ്പത്യ ജീവിതത്തിൽ വിജയം ഉണ്ടാകൂല, എല്ലാവരും നമ്മളെ വെറുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കളവ് പറയരുതേ. കളവ് പറഞ്ഞ് ജീവിച്ചാൽ കൃത്യമായി നിത്യമായ നിലക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾക്ക് സാധ്യമല്ല. അതുപോലെ മറ്റൊരു വിഭാഗമാണ് ഗീബത്ത് പറയുക. ഒരാളെ കുറ്റം നോക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറയും ചെയ്യരുത്, കുറ്റം നോക്കാനും പോണ്ട. എന്താണ് അതിന്റെ ആവശ്യം? നമുക്ക് നമ്മളെ കുറ്റം തന്നെ ഒരുപാട് നോക്കാണ്ട്, നമ്മളെ പാരത്രിക ജീവിതം തന്നെ രക്ഷപ്പെടുത്താൻ എത്രയുണ്ട്, നമ്മളെ ജീവിതത്തിലെ ന്യൂനതകൾ തന്നെ പരിഹരിക്കാൻ എത്ര ഉണ്ട്. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവന്റെ കാര്യം നോക്കുന്നത്. ഓന്റെ കുട്ടികൾ എങ്ങട്ടാ പോകുന്നത്, ഓന്റെ ഭാര്യ എങ്ങട്ടാ പോകുന്നത്, ഓരെങ്ങട്ടാ ടൂർ പോകുന്നത്, ഓരെങ്ങട്ടാ നോക്കുന്നത്, ഓരെന്താ ചെയ്യുന്നത്, ഓരെങ്ങോട്ടോ എന്താ സംസാരിക്കുന്നത്. ഇതാണ് ചില ആളുകളുടെ ചിന്ത. അങ്ങനെ ഓരോ കാര്യം മാത്രം ചിന്തിച്ച് നമ്മളെ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ, നിങ്ങൾ പരസ്പരം കുറ്റം പറയരുതേ, അത് നരകത്തിലേക്ക് പോകുന്നവരുടെ പ്രവർത്തനമാണ്. നരകത്തിലേക്ക് പോകുന്നവർക്ക് എങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക? തഹജ്ജുദ് നിസ്കാരം ദഅബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ പതിവാ. സ്വാലിഹീങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ. ഗീബത്തും നമീമത്തും പറയല് സ്വാലിഹീങ്ങളുടെ സ്വഭാവം അല്ലതാനും. അള്ളാഹു സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അതുപോലെ അള്ളാനെ പേടില്ലാതെ നടക്കുക. അള്ളാനെ പേടില്ല, എന്ത് ചെയ്താലും അള്ള കാണുമെന്നുള്ളൊരു ചിന്ത വേണ്ടേ? എത്ര നമ്മളെ വീടിന്റെ ഉള്ളിലുള്ള ഇരുട്ടുള്ള റൂമിൽ ഒരു തെറ്റ് ചെയ്താലും അത് റബ്ബ് കാണൂലേ? നമ്മൾ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാകണം. ഇതാണ് മറ്റൊരു വിഭാഗം, അള്ളാനെ പേടില്ലാതെ നടക്കുക. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാം കാണുന്നുണ്ട്. നമ്മളെ ഇടതും വലതും രണ്ട് മലക്കുകളുണ്ട്, റഖീബ് അതീദ്. നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ അവരത് രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു തിന്മ ചെയ്താൽ അവരെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാനെ പേടിയില്ലാതെ നമ്മൾ ജീവിച്ചാൽ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കാരം കൃത്യമാക്കാൻ സാധ്യമല്ല. അതുപോലെ മറ്റൊരു വിഭാഗമാണ് അമിതമായി ഉറങ്ങുക എന്നുള്ളത്. അമിതമായി ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സുബഹിന്റെ മുമ്പ് എണീക്കാൻ കഴിയുക? അപ്പൊ രാത്രി ഉറങ്ങുന്ന സമയത്ത് തന്നെ തീരുമാനിക്കുക, ഇൻഷാ അള്ളാ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കും. മാത്രമല്ല നേരത്തെ കടക്കാൻ ശ്രദ്ധിക്കണം. ഒരു മണിക്കൊക്കെ ഉറങ്ങിയ ആൾക്ക് എങ്ങനെയാ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക? അത്ര ഈമാനൊക്കെ നമുക്കുണ്ടോ? ഈമാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നേരത്തെ കിടക്കാൻ ശ്രമിക്കുക. കൂടുതലായി ഉറങ്ങണമെന്നുള്ള ചിന്തയോടുകൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ സുബഹിയും ഖളാആകും, തഹജ്ജുദും ഖളാആകും. അതുകൊണ്ട് അമിതമായ ഉറക്കം ഒഴിവാക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ ഒഴിവാക്കുക. റസൂലുള്ളാഹിന്റെ സുന്നത്തിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത എത്ര ആളുകളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുക? കാരണം ഈ തഹജ്ജുദ് തന്നെ മുത്തുനബിയുടെ സുന്നത്തല്ലേ. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അതിൽപ്പെട്ടതാണ് കുടുംബ ബന്ധം പുലർത്തുക, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയുക. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ ഉണ്ടല്ലോ. റവാത്തിബ് നിസ്കാരങ്ങളൊക്കെ പതിവാക്കുക. തഹജ്ജുദ് നിസ്കാരത്തിനേക്കാളും ഒക്കെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് റവാത്തിബ് നിസ്കാരം. ആ റവാത്തിബ് നിസ്കാരമൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുവെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. ഈമാനും തഖ്വയും നൽകണേ അല്ലാ. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.